ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററായ യുവിൻ്റെ ഷ്രോഡിംഗർ ഇക്വേഷനും അതിൻ്റെ സ്പെഷ്യൽ കേസസിലെ സൊല്യൂഷനുമാണ്. ഓക്കെ, ഇപ്പോൾ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിനകത്തെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. സോ ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യു ഓഫ് ടി പ്ലസ് ഡി ടി ടി നോട്ട് എന്ന് പറയുന്ന ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇതിനെ നമ്മൾ കോമ്പോസിഷൻ പ്രോപ്പർട്ടി, നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് വി ആർ റൈറ്റിംഗ് ദിസ് ആസ് യു ഓഫ് ടി നോട്ട് ഇൻറ്റു യു ഓഫ് ടി പ്ലസ് ഡി ടി ടി അങ്ങനെ മാറ്റി എഴുതാണ്. ഓക്കെ, കോമ്പോസിഷൻ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്. ടി നോട്ട് ടു ടി പ്ലസ് ഡി ടി ആണ് നമ്മുടെ ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അതിനെ നമ്മൾ ആദ്യം ടി നോട്ട് ടു ടി, ദെൻ ടി ടു ടി പ്ലസ് ഡി ടി ആക്കി മാറ്റി. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റിൽ വരുന്ന ഈ ഇൻഫിനിറ്റിസിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിനെ നമ്മൾ അതിൻ്റെ ഫോം വെച്ചിട്ട് 1 മൈനസ് ഐ എച്ച് ബൈ എച്ച് ക്രോസ് ഡി ടി എന്ന് പറയുന്ന ആ ഫോം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. So this can be written as 1 minus I h by h cross dt അല്ലേ, ഇൻറ്റു യു ഓഫ് ടി ടി നോട്ട് എന്ന് എഴുതാൻ പറ്റും. ദെൻ ഇതിന്ന് നമ്മൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ രണ്ട് ടേംസ് ഉണ്ട്. അതിനകത്ത് ആ യു ഓഫ് ടി ടി നോട്ടിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. സോ വി ഹാവ് യു ഓഫ് ടി പ്ലസ് ഡി ടി ടി നോട്ട് മൈനസ് u of t t naught. This is equal to minus I h by h cross dt എന്ന് വരും അല്ലേ, മൈനസ് ഐ എച്ച് ബൈ എച്ച് ക്രോസ് ഡി ടി ഇൻറ്റു യു ഓഫ് ടി ടി നോട്ട് ഇങ്ങനെ വരും. ഇതിനകത്ത് ആ ഒരു ഡി ടീനും കൂടെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്താൽ യു ഓഫ് ടി പ്ലസ് ഡി ടി ടി നോട്ട് മൈനസ് യു ഓഫ് ടി ടി നോട്ട് ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ബൈ എച്ച് ക്രോസ് യു ഓഫ് ടി ടി നോട്ട് എന്ന് വരും അല്ലേ. സോ ഈ ഒരു ഇക്വേഷനകത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ഇയാളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ന് പറയുന്നത് എന്താണ്, അത് ദിസ് ഇസ് ആക്ച്വലി ഡോ യു ബൈ ഡോ ടി ആണ് അല്ലേ. നമ്മുടെ ഡിഫറൻഷ്യലിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോമിൽ നമുക്ക് ഇതിനെ എന്തായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, ദിസ് ഇസ് ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡോ യു ഓഫ് ടി ടി നോട്ട് ഡിവൈഡഡ് ബൈ ഡോ ടി അല്ലേ. ഈ ഒരു ലെഫ്റ്റ് സൈഡിനെ നമുക്ക് ഡോ ബൈ ഡോ ടി ഓഫ് യു ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ബൈ എച്ച് ക്രോസ് യു ഓഫ് ടി ടി നോട്ട്. ഓർ നമ്മൾ ഈ ഒരു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് റൈറ്റ് സൈഡിലുള്ള അയാളെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് 1 ബൈ മൈനസ് ഐ ആണ്. 1 ബൈ മൈനസ് ഐ എന്ന് പറയുമ്പം ഐ തന്നെ വരും അല്ലേ. ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ഓഫ് യു ഓഫ് ടി ടി നോട്ട് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു യു ഓഫ് ടി ടി നോട്ട് എന്ന് വരും. ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ് നമ്മുടെ യു എന്ന് പറയുന്ന ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷ്രോഡിംഗർ ഇക്വേഷൻ. ഓക്കെ, ഐ എച്ച് ക്രോസ് ഡോ യു ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു യു. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ ഇതിനെ നമ്മുടെ ഇനീഷ്യൽ കെറ്റായ ആൽഫ ടി നോട്ട് എന്ന് പറയുന്ന ഈ ഒരു കെറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷ്രോഡിംഗർ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആൽഫ ടി നോട്ടിനെ കൊണ്ട് ഇവിടെ ആൽഫ ടി നോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു
ഇക്വേഷന് നമ്മൾ ആൽഫ ടി നോട്ടിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ ഉണ്ടാവുക, ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ഓഫ് യു ഓഫ് ടി കോമ ടി നോട്ട് ആക്ടിങ് ഓൺ ആൽഫ ടി നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താ കിട്ടുക, ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ മുകളിൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യാണ്. സോ ഡെഫിനറ്റ്ലി നമുക്കവിടെ ലേറ്റർ ടൈമിൽ നമ്മുടെ ഗെറ്റാണ് നമുക്ക് കിട്ടുക അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഇവിടെയും അതുപോലെ തന്നെ യു ആക്ടിങ് ഓൺ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പം വി വിൽ ഗെറ്റ് ആൽഫ ടി നോട്ട് ടി എന്ന് പറയുന്ന ലേറ്റർ സ്റ്റേറ്റിലെ ഗെറ്റ് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോർ ദ സ്റ്റേറ്റ് ഗെറ്റ്. ഓക്കെ, എനിവേ കമ്മിങ് ബാക്ക് ടു അവർ ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോർ ഓപ്പറേറ്റർ യു എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ആ ഒരു ഇക്വേഷനിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയാളെ നമുക്ക് ശരിക്കും ഈ ഒരു വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പഠിച്ചതാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ദിസ് ഇസ് മൈനസ് ഐ ബൈ എച്ച് ക്രോസ് എച്ച് ഡോട്ട് ടി അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് വരിക എന്തായിരിക്കും, യു ഓഫ് ടി കോമ ടി നോട്ട് ഇസ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻ്റഗ്രൽ എച്ച് ഡി ടി ആയിരിക്കും വരിക അല്ലേ. വേർ ടി ഈസ് ഫ്രം ടി നോട്ട് ടു ടി നോട്ടിൽ നിന്ന് ടിയിലേക്കാണ് വരുന്നത് അല്ലേ. കാരണം ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഗ് യു എന്ന് കിട്ടും. ലോഗ് യു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ദിസ് എന്ന് വരും. അതിനെ നമ്മൾ ലോഗ് മാറ്റാൻ വേണ്ടിയിട്ട് എക്സ്പൊണൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഹാവ് യു ഓഫ് ടി കോമ ടി നോട്ട് ഇസ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റഗ്രൽ ടി നോട്ട് ടു ടി എച്ച് ഡി ടി എന്ന് വരും അല്ലേ. സോ ഈ ഒരു സൊല്യൂഷനകത്ത് നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ്റെ ഒരു അപ്പർ ലിമിറ്റ് നമ്മൾക്ക് ടി വരുന്നതുകൊണ്ട് നമ്മൾ ആ ഇൻ്റഗ്രേഷൻ്റെ പാരാമീറ്ററിന് ടി പ്രൈം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ആ ഒരു കൺഫ്യൂഷൻ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ പാരാമീറ്റർ നമ്മൾ ടി പ്രൈം എന്ന് മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഇനി ഡിഫറെൻറ്റ് കേസസിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് കേസായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എച്ച് എന്ന് പറയുന്ന ആൾ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആണെങ്കിൽ, ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഇത് എച്ച് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആണെങ്കിൽ നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ അകത്തുനിന്ന് എച്ചിനെ എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം അല്ലേ. ഹാമിൽട്ടോണിയൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ്. സോ നമ്മുടെ സൊല്യൂഷനിൽ യു ഓഫ് ടി കോമ ടി നോട്ട് ഇസ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ദെൻ ആ എച്ചിനെയും കൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ. എച്ച് ഇൻറ്റു ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി ഡി ടി പ്രൈം എന്ന് വരും ആണല്ലോ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ വരിക, എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് എച്ച് ടി മൈനസ് ടി നോട്ട്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ. എച്ച് എന്ന് പറയുന്ന ഹാമിൽട്ടോണിയൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഓഫ് ടി കോമ ടി നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് എച്ച് ഇൻറ്റു ടി മൈനസ് ടി നോട്ട് എന്നായിരിക്കും. ഓക്കെ, ഈ കേസിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ഇൻട്രാക്ഷൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ഇൻട്രാക്ഷൻ എക്സാമ്പിളായിട്ട് പറയുന്നത് സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ഇൻട്രാക്ഷനിൽ നമ്മൾ അവിടുത്തെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ടൈം ഇൻഡിപെൻഡൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമ്മുടെ ഹാമിൽട്ടോണിയൻ ടൈം ഇൻഡിപെൻഡൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹാമിൽട്ടോണിയൻ എന്തായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആയിരിക്കും. ഓക്കെ,
സോ ഈ ഒരു കേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് നമുക്ക് അന്നേരം നോക്കാം. സോ ഇതാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ എച്ച് എന്ന് പറയുന്ന ആൾ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, എക്സ്പോണൻഷ്യൽ -i/h ക്രോസ് h ഇൻറ്റു t മൈനസ് t നോട്ട്. ഇനി നമ്മുടെ സെക്കൻഡ് കേസ് വരുന്നത് നമ്മുടെ ഹാമിൽട്ടോണിയൻ എച്ച് എന്ന് പറയുന്ന ആൾ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. നേരത്തെ നമ്മൾ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു പറഞ്ഞു, ഇവിടെ എച്ച് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈംസിലുള്ള എച്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈമിൽ എച്ചുകൾ തമ്മിൽ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ യു ഓഫ് ടി കോമ ടി നോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വരുന്നത് എങ്ങനെയായിരുന്നു, എക്സ്പൊണൻഷ്യൽ -i/h ക്രോസ് ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി എച്ച് ഡി ടി ആയിരുന്നു അല്ലേ, എച്ച് ഡി ടി. സോ ഇവിടുത്തെ കേസിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹാമിൽട്ടോണിയൻ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റില്ല അല്ലേ, ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ദെൻ നമുക്കിവിടെ വേറൊരു കണ്ടീഷൻ പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈമിലുള്ള എച്ചസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ നമ്മുടെ സൊല്യൂഷൻ എന്ത് തന്നെയായിരിക്കും, ഈ ഒരു സംഭവം എച്ചിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല, ഇൻ്റഗ്രൽ -i/h ക്രോസ് ടി നോട്ട് ടു ടി എച്ച് ഓഫ് ടി പ്രൈം. എച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഈ ഒരു കേസിലെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ, ആ ഇൻട്രാക്ഷനകത്ത് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ ഫീൽഡ് എന്തായിരുന്നു, ടൈം ഇൻഡിപെൻഡൻറ്റ് ഫീൽഡായിരുന്നു അല്ലേ. ഈ ഒരു എക്സാമ്പിളിൽ നമ്മുടെ ആ ഒരു സെയിം സംഭവം തന്നെ, സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻട്രാക്ഷനകത്ത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. ഓക്കെ, ഡയറക്ഷൻ അൺചേഞ്ച്ഡ് ആണ്. അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് കേസ് വരുന്നത് ഹാമിൽട്ടോണിയൻ എന്ത് ചെയ്യും, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിപ്പെൻഡ്സ് ഓൺ ടൈം. മാത്രമല്ല ഡിഫറെൻറ്റ് ടൈംസിൽ ഹാമിൽട്ടോണിയൻസ് എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂട്ട് ചെയ്യുന്നില്ല, ദേ ഡു നോട്ട് കമ്മ്യൂട്ട്. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ് വരിക. ഓക്കെ, യു ഓഫ് ടി കോമ ടി നോട്ട് ഇസ് ഈക്വൽ ടു 1 പ്ലസ് സമ്മേഷൻ ഓവർ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -i/h ക്രോസ് ഹോൾ പവർ n. ദെൻ ഈ ഓരോ ടൈമിലെ ഹാമിൽട്ടോണിയനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതെപ്പോഴാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, മാത്രമല്ല ഡിഫറെൻറ്റ് ടൈംസിൽ ഹാമിൽട്ടോണിയൻസ് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂട്ട് ചെയ്യുന്നുമില്ല എങ്കിലാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ സൊല്യൂഷൻ വരിക. ഓക്കെ, അപ്പം ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ സ്പിൻ മാഗ്നറ്റിക് ഇൻട്രാക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ എന്തായിരുന്നു, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്നായിരുന്നു അല്ലേ, ഡയറക്ഷൻ റിമൈൻസ് അൺചേഞ്ച്ഡ് എന്നായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് എന്താണ്, ഡയറക്ഷനും കൂടെ മാറുന്നുണ്ട്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇതായിരിക്കും കേസ് വരിക. ഓക്കെ, ഈ ഒരു സൊല്യൂഷനെ, ഈ ഒരു സീരീസിനെ നമ്മൾ വിളിക്കുന്നത് ഡൈസൺ സീരീസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ഡൈസൺ സീരീസ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ 3 കേസസ് വരുന്നത്. നമ്മുടെ ആ ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ, ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ കറസ്പോണ്ടിങ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് വരുന്ന 3 കേസസ് ഇത്രയുമാണ്. ഹാമിൽട്ടോണിയൻ ടൈം ഇൻഡിപെൻഡൻ്റ് ആവുക, ടൈം ഡിപ്പെൻഡൻ്റ് ആണ് പക്ഷേ ഡിഫറെൻറ്റ് ടൈമിൽ ഹാമിൽട്ടോണിയൻസ് കമ്മ്യൂട്ട് ചെയ്യുക. ദെൻ തേർഡ് കേസ് എന്തായിരുന്നു, ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, മാത്രമല്ല ഡിഫറെൻറ്റ് ടൈമിൽ ഹാമിൽട്ടോണിയൻസ് എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ 3 കേസസിലും അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ഹാമിൽട്ടോണിയൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആയിട്ടുള്ള സിറ്റുവേഷൻസേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളൂ. ഓക്കെ.